നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി തീരണം എന്ന് തന്നെയാണ് ഏവരും പ്രാർത്ഥിക്കുക. ഈ മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മഹാക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്നതായ മാസം, അത്രമേൽ പ്രധാനപ്പെട്ട മാസം മീനമാസം. ഈ മീനമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുക എന്നത് നിങ്ങൾ ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ പക്ഷിശാസ്ത്രപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. പക്ഷിശാസ്ത്രപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം എന്തെല്ലാം കാര്യങ്ങൾ നടക്കും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പക്ഷിശാസ്ത്രപ്രകാരം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി നിന്നിരുന്ന പല കാര്യങ്ങളും മാറുകയും അത് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കും മറ്റ് രീതികൾക്കും അനുകൂലമായി ഭവിക്കുന്ന സമയം കൂടിയാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, മനസന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം തന്നെയാകുന്നു. സുഹൃത്തുക്കൾ, അതേപോലെ കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ എല്ലാവിധ നേട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. എന്നാൽ സംസാരം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പലവിധ ശത്രുക്കൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. കൂടാതെ ബന്ധങ്ങൾ ശിഥിലമാകുവാൻ അത് കാരണമായി തീരും. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത്. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ അനുകൂലമാണ് സമയം. എന്നാൽ ചില കാര്യങ്ങൾ അബദ്ധവശാൽ ചെയ്യുന്നത് മൂലം ഭാഗ്യം നഷ്ടമാകുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യം തുണയ്ക്കുന്ന സമയം എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ശത്രുക്കളെ മിത്രങ്ങളാക്കുവാൻ സാധിക്കുന്നതായ സമയം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ പ്രത്യേകമായ കഴിവ് സിദ്ധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കൈവായ്പകൾ പോലും തിരികെ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ഇത്രയും കാര്യങ്ങളാണ് ഭരണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ശുഭകരമായ മാസമാണ് എന്ന് തന്നെ പറയാം. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടത്, പക്ഷിശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് ഈ സമയം രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ്. നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്കാണ് സാധ്യത കൂടുതൽ. ഭാഗ്യം അനുകൂലമാവുക, ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ഇരട്ടി ലാഭം നേടുവാൻ സാധിക്കുക. കൂടാതെ ഈ സമയം മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പെരുമാറുവാൻ സാധിക്കുക, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും ഈ സമയം സാധ്യത കൂടുതലാകുന്നു. വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൈവായ്പ പോലും തിരികെ ലഭിക്കുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര തിരികെ ലഭിക്കില്ല എങ്കിൽ പോലും ധനം കൈകളിലേക്ക് വന്നു ചേരും. ഈ സമയം വിധിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. ഈ സമയം പല ശത്രുക്കളെയും മിത്രങ്ങളാക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ശത്രുക്കളും അതേപോലെ ധനപരമായ നഷ്ടങ്ങളും വന്നു ചേരാം. ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്.
തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പക്ഷിശാസ്ത്രപ്രകാരം രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള അനുമതികൾ ലഭിക്കാം. കൂടാതെ ധനസഹായം പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാനസികമായി വളരെയധികം കരുത്ത് നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായുള്ള തർക്കങ്ങൾ അനുരഞ്ജനത്തിലെത്തുവാൻ സാധ്യത കൂടുതലാണ്. വീട്ടമ്മമാർക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനക്കുറവുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു. ധനവരവ് മോശമാകില്ല എന്ന കാര്യവും ഓർക്കുക. വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലം തന്നെയാകും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് പക്ഷിശാസ്ത്രപ്രകാരം അനുകൂലമാണ് സമയം. ഈ സമയം രാജയോഗതുല്യമായ ചില ഫലങ്ങൾ വന്നു ചേരാം. വ്യാപാരത്തിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടും. ഉന്നത പദവികൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ദുർവാസനകളെ നിയന്ത്രിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽ തേടുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ശുഭകരമായ വാർത്തകൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. വിവാഹ കാര്യത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ആഡംബര വസ്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെട്ട സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. ഈ സമയം എന്ത് കാര്യം ചെയ്യുകയാണ് എങ്കിലും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർത്തവ്യ നിർവഹണം പ്രശംസനീയമാകും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുന്നത്. കൂടാതെ രാജയോഗതുല്യമായ ഫലങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷിശാസ്ത്രപ്രകാരം പറയുകയാണ് എങ്കിൽ വ്യവസായ രംഗത്ത് അടിമുടി നവീകരണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അത് നിങ്ങൾക്ക് വളരെ വിജയകരമായി കൊണ്ടുവരുവാൻ സാധിക്കും. വിവാഹാർത്ഥികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അനുകൂലമായ ബന്ധങ്ങൾ തന്നെ വന്നു ചേരാം. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അത് നീങ്ങുന്നതാകുന്നു. മത്സരങ്ങളെ ആത്മവിശ്വാസത്തോടെ തന്നെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ജീവിതത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പ്രശംസ നേടിത്തരുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പലവിധ കലഹങ്ങളുണ്ട് എങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധനവരവ് മോശമാകില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. എന്നാൽ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമേ വരുത്തൂ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഔദ്യോഗികമായ ചുമതലകൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജോലി സമയം അല്പം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടാം. എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നീട്ടിവയ്ക്കേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും. സാമ്പത്തിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ മെച്ചം വന്നു ചേരുന്ന സമയമാകുന്നു. ചെറിയ കടങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഈ മാസം വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പുതിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വാഹനം വാങ്ങുക, അത്തരത്തിലുള്ള നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ പ്രണയം വിവാഹമായി പരിഗണിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആരോഗ്യം അവഗണിക്കരുത് എന്ന കാര്യവും ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മെച്ചങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അഥവാ വളരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുകൂലമായ ഫലങ്ങൾ കടന്നു വരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വിജയിക്കുന്നതാകുന്നു. അവസരത്തിനൊത്ത് ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും.
കൂടാതെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലത നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ദാമ്പത്യ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് അല്പം ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഒരു പരിധിവരെ അത് മാറുന്ന അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൈവായ്പകൾ ചിലത് തീർക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. എന്നാൽ ആലോചനാപൂർവം തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾക്ക് പണവരവ് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയം കൂടിയാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തയോടെ പ്രവർത്തിക്കുക. തനിക്കത് സാധിക്കില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ, സാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് തോന്നുകയാണ് എങ്കിൽ തീർച്ചയായും അതിൽ നിന്നും ഒഴിവാവുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം എന്ന് പറയാം. ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള ശത്രുക്കളെയും പ്രതിരോധിക്കുവാൻ സാധിക്കും. കർമ്മഗുണം വർദ്ധിക്കുന്ന സമയമാണ്. ആത്മശക്തി വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുന്നത്. ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം വിവാഹാലോചനകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പണവരവ് വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ മാസം ശുഭകരമായി തീരും എന്ന് തന്നെയാണ് പക്ഷിശാസ്ത്രം പറയുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഏവരും മുന്നോട്ട് പോവുക. സാധിക്കുന്ന ഏവരും കുടുംബക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക.